ഇപ്പോൾ ഈ നിമിഷം ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. ടി.പി. കേസ് പ്രതി കൊടിസുനിയുടെ പരസ്യ മദ്യപാനത്തിൽ തലശ്ശേരി പോലീസ് കേസെടുത്തു. മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവരെയും പ്രതി ചേർത്തു. അബ്കാരി നിയമപ്രകാരമാണ് കേസ്. സുലൈസക്ക് നൽകും വിവരങ്ങൾ നൽകാനായി. സുനില്, ഈ കൊടിസുനിയുടെ പരസ്യ മദ്യപാനത്തിൽ ഏറെ വിമർശനങ്ങൾ പോലീസിന് കേൾക്കേണ്ടി വന്നതാണ്. ഈ ജയിൽ ഉദ്യോഗസ്ഥർക്ക് കേൾക്കേണ്ടി വന്നതാണ്. ഒടുവിൽ ദിവസങ്ങൾ എടുക്കേണ്ടി വന്നു പോലീസിന് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ. എന്താണ് കേസിന്റെ വിശദാംശം? എന്തായാലും ഏറെ നീണ്ട ആലോചനകൾ വേണ്ടി വന്നു കേരള പോലീസിന് കൊടിസുനിക്കെതിരെ പരസ്യ മദ്യപാനത്തിന് കേസെടുക്കാൻ എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. ഈ സംഭവം നടന്നിട്ട് ഏതാണ്ട് ഒരു മാസത്തിലധികമായി. അപ്പോഴും ഒടുവിൽ ഈ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിന് ശേഷമാണ് ഈ കേസെടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ പോലും പോലീസ് ഒരു ആശയക്കുഴപ്പത്തിലേക്ക് പോലും പോകുന്നത്. അതിനുശേഷം പിന്നീട് പോലീസ് നിയമോപദേശം തേടി. അതായത് ഒരു സ്വകാര്യ ഹോട്ടലാണ്, ആ ഹോട്ടലിന്റെ പുറത്തെ പാർക്കിങ്ങിൽ വെച്ചാണ് ഇത്തരത്തിൽ മദ്യപാനം ഉണ്ടാവുന്നത്. അതുകൊണ്ട് അതിൽ കേസെടുക്കാൻ കഴിയുമോ എന്ന് നിയമോപദേശം തേടി. ആ നിയമോപദേശത്തിന് ശേഷമാണ് ഇപ്പോൾ തലശ്ശേരി പോലീസ് കൊടിസുനി അടക്കം 3 പേർക്കെതിരെ പരസ്യ മദ്യപാനത്തിന് കേസെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും അബ്കാരി നിയമം അനുസരിച്ചാണ് കേസ്. വലിയ ശിക്ഷയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ചെറിയ പിഴ മാത്രമാണ് ഈ അബ്കാരി നിയമത്തിൽ പരസ്യ മദ്യപാനത്തിന് ഉണ്ടാവുക. എന്തായാലും അത്രയും ചെറിയൊരു വകുപ്പ് ചേർത്ത് കേസെടുക്കുന്നതിന് പോലും ഇത്രയും ആലോചിക്കേണ്ടി വന്നു എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. എന്തായാലും കൊടിസുനിക്കെതിരെ മാത്രമല്ല, കൊടിസുനിക്കൊപ്പം മദ്യപിക്കാനുണ്ടായിരുന്ന മറ്റ് 2 ടി.പി. കേസ് പ്രതികൾക്കെതിരെ കൂടി സമാനമായ വകുപ്പ് ഇട്ട് തലശ്ശേരി ടൗൺ എസ്.ഐ പി ഷമിയുമാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, കേസെടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ സ്വാഭാവികമായും കൊടിസുനിക്കെതിരെ കുറെ കൂടി കടുത്ത വകുപ്പ് ചുമത്തേണ്ടതുണ്ട്. കാരണം അതാണ് നിയമവിദഗ്ധർ പറയുന്നത്. കാരണം അയാളെ ഒരു കേസിന്റെ വിചാരണയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ഈ അവസരത്തിൽ പരസ്യ മദ്യപാനം നടത്തുന്നത്. സ്വാഭാവികമായും മറ്റു വകുപ്പുകൾ കൂടി ചേർക്കാമായിരുന്നു. പക്ഷേ നിലവിലിപ്പോ അബ്കാരി കേസ് വകുപ്പ് മാത്രമാണ് ചുമത്തിയിരിക്കുന്നത്.